ഈ അനൽക്ക ചേരുന്നത് കോഴിക്കോട് നിന്നാണ്. അനൽക്ക, ഈ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള പോലീസ് അന്വേഷണം എങ്ങനെയാണ്? സേതുലക്ഷ്മി, നമ്മളിവിടെ എത്തിയ സമയത്ത് തന്നെ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ കേരള പോലീസിൻ്റെ ഉദ്യോഗസ്ഥരും തന്നെ ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. അതായത് രാവിലെ കണ്ണൂരിൽ നിന്നും കോഴിക്കോടേക്ക് വന്നിട്ടുള്ള രണ്ട് ട്രെയിനുകളിലാണ് ഇപ്പോൾ RPFും അതോടൊപ്പം തന്നെ കേരള പോലീസും പരിശോധന നടത്തിയത്. ആദ്യം വന്ന 6 മണിക്ക് കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 7:40 കോഴിക്കോടേക്ക് എത്തുന്ന കോയമ്പത്തൂർ എക്സ്പ്രസ് പോലീസും അതോടൊപ്പം RPF സംഘവും പരിശോധിച്ചു. അതായത് ട്രെയിനിൻ്റെ രണ്ട് വശങ്ങളിൽ നിന്നും രണ്ട് പേർ വീതമുള്ള സംഘമാണ് ട്രെയിനിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പരിശോധന നടത്തിയത്. അതിനുശേഷം വന്നിട്ടുള്ള ജനശതാബ്ദി എക്സ്പ്രസും ഈ പോലീസ് പരിശോധിക്കുകയും ചെയ്തു. അതും ഇതേപോലെ തന്നെ 2 ആൾക്കാർ വീതം രണ്ട് വശങ്ങളിൽ നിന്ന് കയറി ട്രെയിനിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിക്കുകയും ചെയ്തു. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് വരാനുള്ളത് പരശുറാം എക്സ്പ്രസ് ആണ്. ഈ പരശുറാം എക്സ്പ്രസിൻ്റെ പരിശോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായി. അതോടൊപ്പം തന്നെ ഈ റെയിൽവേ പോലീസിനെ കൂടാതെ മറ്റ് സ്റ്റേഷനിൽ നിന്നും ഈ ടൗണിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷൻ കസബ സ്റ്റേഷനിൽ ഉൾപ്പെടെ പോലീസ് സംഘം ഇവിടേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ നിലവിൽ ഈ എല്ലാ പ്ലാറ്റ്ഫോമിലും പോലീസ് സംഘം RPFിൻ്റെ എല്ലാ പോലീസ് സംഘം ഇവിടെ നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ റെയിൽവേ സ്റ്റേഷനിൽ പോലീസിൻ്റെ അന്വേഷണം അല്ലെങ്കിൽ പരിശോധന ഏതായാലും പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട സമയത്ത് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനുള്ള വരുന്ന എല്ലാ ട്രെയിനുകളും അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റു ഭാഗങ്ങളും ഒക്കെ തന്നെ പരിശോധിക്കാനുള്ള ഉത്തരവ് ഈ മേലുദ്യോഗസ്ഥരുടെ അടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. റെയിൽവേ പോലീസ് അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ തന്നെ ഏകദേശം 5:30 മണിയോട് കൂടിയിട്ട് തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് റെയിൽവേ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർ അല്പനേരങ്ങൾക്കുള്ളിൽ ഈ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നമ്മൾ ഇവിടെയുള്ള റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ സംസാരിച്ച സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും കണ്ണൂരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. നിരവധിയായിട്ടുള്ള ലോക്കൽ ട്രെയിനുകൾ ഉൾപ്പെടെ ഈ 6 മണിക്ക് ശേഷം ഈ കോഴിക്കോട് ഭാഗത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി പരിശോധന കർശനമാക്കാൻ പോലീസിൻ്റെ മേലുദ്യോഗസ്ഥർ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദ്യോഗസ്ഥർ ഈ സ്റ്റേഷനിലേക്ക് എത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് എല്ലാ പ്ലാറ്റ്ഫോമിലും പോലീസ് ഉദ്യോഗസ്ഥരെ പാസഞ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു അനൗൺസ്മെന്റ് ഒക്കെ അവിടെ ഉണ്ടോ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കായി? ഇതൊരു അത്തരത്തിലൊരു അനൗൺസ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും യാത്രക്കാർക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും ഈ അല്പനേരങ്ങൾക്കുള്ളിൽ കണ്ണൂരിൽ നിന്ന് പരശുരാം എക്സ്പ്രസ് അല്പനേരങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പരശുരാം എക്സ്പ്രസ് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. അതിന് 2 വശങ്ങളിലും പോലീസ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതായാലും ആ 2 വശങ്ങളിൽ നിന്നുമായിരിക്കും പോലീസിൻ്റെ പരിശോധന, RPFിൻ്റെയും അതോടൊപ്പം തന്നെ പോലീസിൻ്റെയും പരിശോധന ഉണ്ടാവുക. നേരത്തെ മുമ്പ് വന്നിട്ടുള്ള അതായത് മുമ്പ് വന്ന ലോക്കൽ ട്രെയിനും അതോടൊപ്പം തന്നെ ജനശതാബ്ദി എക്സ്പ്രസ് ഒക്കെ തന്നെ അങ്ങനെ തന്നെയാണ് പരിശോധിച്ചിട്ടുള്ളത്. ആ പരിശോധനയിൽ അസ്വാഭാവികതയിലുള്ള ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 2 വശങ്ങളിൽ നിന്നും പെട്ടെന്ന് തന്നെ പോലീസ് പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. സേതുലക്ഷ്മി.